ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പംകിൻ ടോക്സ്. ഗൈസ്, നമ്മളിന്ന് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇന്ന് പുതിയൊരു ടോപ്പിക്കായിട്ട് വന്നേക്കാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മളൊരു മാത്സിൻ്റെ ഒരു സെഷനാണ് കവർ ചെയ്യാമെന്ന് ഓർക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷൻ ഫുൾ എടുക്കുന്ന അല്ലുവാണ്. അപ്പോൾ അല്ലുവിന് വേണ്ടിയിട്ട് ഞാൻ ലാലേട്ടനും മമ്മൂക്കിക്ക് സാധാരണ അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ കൊടുക്കുന്ന ഒരു ഇൻട്രോ പോലത്തെ ഒരു ഇൻട്രോ കൊടുത്തിട്ട് തുടങ്ങാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾ നേരത്തെ മാത്സിന് ട്യൂഷനൊക്കെ എടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പോഴും നമുക്ക് എൻക്വയറീസ് വരാറുണ്ട്. അത് കുറേ വർഷങ്ങൾ മുന്നേ ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്, പക്ഷേ ഇപ്പോഴും നമുക്ക് എൻക്വയറീസ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ തോന്നി, അതായത് ഇതിപ്പോൾ നമ്മൾ നേരെ ട്യൂഷൻ എടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ആളുകളിലേക്ക് മാത്രമല്ല എത്തുന്നത്. അത് ആരാണോ പഠിക്കാൻ വരുന്നത് ആ ആൾക്ക് മാത്രമല്ല കിട്ടുന്നത്. അപ്പോൾ നമ്മളിതൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്കും പഠിപ്പിക്കുന്നവർക്കും അതുപോലെ തന്നെ ഇപ്പോൾ വീട്ടുകാർക്കൊന്ന് റീവിസിറ്റ് ചെയ്ത് ഒന്ന് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാനാണെന്നുണ്ടെങ്കിലും ഈ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും തോന്നി. അപ്പോൾ നമ്മളതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും ആദ്യത്തെ ഓരോരോ വീഡിയോസായിട്ട് നമ്മൾ കവർ ചെയ്യുക. പിന്നെ ഇൻഡെപ്ത് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുള്ള് അല്ലുവാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ടോപ്പിക് എന്താണ്, എന്തിനെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്, എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻസ് ആയിട്ട് ഞങ്ങൾ അറിയിക്കുക. അപ്പോൾ ബാക്കി ഞാൻ ഓവർ ടു അല്ലു. ഗൈസ്, അപ്പോൾ ചേട്ടായുടെ ഇൻട്രൊഡക്ഷൻ എല്ലാം കേട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള മാത്സ് ഇത് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാംസിലായാലും നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ആയാലും കുട്ടികൾക്ക് വേണ്ടുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് ഞാൻ കവർ ചെയ്യാൻ പോകുന്നത്, ബോട്ട് മാസ്. അപ്പോൾ ഇത് നമ്മളിപ്പോഴും ആണെങ്കിലും ഒരുപാട് റീൽസിലൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ ആളുകളൊക്കെ കമൻറ്റ് ചെയ്യുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ ഒന്നുമല്ല, കുറേ പേര് തെറ്റായിട്ടുള്ള ആൻസറാണ് കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടേക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഇത് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഇത് ഉപകാരപ്പെടും. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് ഒക്കെ ആണെങ്കിലും നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ നമുക്കിത് ആവശ്യമുള്ളൊരു കാര്യമാണ് ബോട്ട് മാസ് എന്ന് പറയുന്നത്. ബോട്ട് മാസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. അതായത് ആ ഒരു എക്സ്പാൻഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വലിയ പ്രോബ്ലം വന്നാലും ആ ഒരു ഓർഡറിൽ നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. ബോട്ട് മാസ് എന്ന് പറഞ്ഞാൽ BODMAS അതാണ് അതിൻ്റെ സ്പെല്ലിംഗ് വരുന്നത്. ബി എന്ന് പറയുന്നത് ബ്രാക്കറ്റ്സ്, O എന്ന് പറയുന്നത് ഓഫ് എന്ന് പറയുന്നത് ശരിക്കും മൾട്ടിപ്ലിക്കേഷനാണ്. അതായത് 5 of 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 into 10 അതായത് 50 ആണ് നമുക്ക് ഓഫ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ വരുന്ന ആൻസർ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മാത്രമേ അങ്ങനെ യൂസ്ഫുൾ ആയിട്ട് വരാറുള്ളൂ. കാരണം കോമ്പറ്റേറ്റീവ് എക്സാംസിൽ അങ്ങനെ ഓഫ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് അങ്ങനെ കൂടുതലും വരാറില്ല. എങ്കിലും നമ്മൾ ഓഫ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇനി ഡി എന്ന് പറയുന്നത് ഡിവിഷൻ, എം എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ, എ എന്ന് പറയുന്നത് അഡീഷൻ, എസ് എന്ന് പറയുന്നത് സബ്ട്രാക്ഷൻ. അപ്പോൾ നമ്മൾ ഏതൊരു വലിയ പ്രോബ്ലം വന്നാലും അതിൻ്റെ അകത്ത് ബോട്ട് മാസ് റൂൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 2-3 പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ബോട്ട് മാസ് റൂൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. എൻ്റെ സ്ക്രീൻ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളുടെ പ്രോബ്ലം എന്ന് പറയുന്നത് 20 into 30 divided by 7 minus 2 അത് ബ്രാക്കറ്റ്സിലാണ് വരുന്നത് പ്ലസ് 60. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ബോട്ട് മാസ് റൂൾ അനുസരിച്ച് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ബ്രാക്കറ്റ്സിനുള്ളിലുള്ള കാര്യം അതാണ്. അപ്പോൾ എന്താണ് 20 into 30 divided by 7 minus 2 ബ്രാക്കറ്റ്സിലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 7 minus 2 എന്ന് പറയുന്ന ആൻസർ എന്താണോ അത് ആദ്യമേ കണ്ടുപിടിക്കുക. 20 into 30 7 minus 2 നമ്മൾ കണ്ടുപിടിച്ചു. 5 ആണ് നമുക്ക് വരുന്ന ആൻസർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോട്ട് മാസിൻ്റെ BOD. അപ്പോൾ O എന്ന് പറയുന്നത് നമുക്കിവിടെ ഇല്ല. അപ്പോൾ അടുത്തത് എന്താണ് ഡി എന്ന് പറയുന്നത്. ഡി എന്ന് പറയുന്നത് എന്താണ് ഡിവിഷൻ. അപ്പോൾ ഇവിടെ ഡിവിഷൻ വരുന്നത് എന്താ 30 divided by 5 ആണ്. അപ്പോൾ നമ്മൾ 30 divided by 5 ചെയ്യുക. നമുക്ക് 30 divided by 5 എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ നമ്മൾ 6 എഴുതി. പിന്നെ അടുത്തത് വരുന്നത് ബോട്ട് മാസ് റൂളിൽ വരുന്നത് എന്താ BODM മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത് 20 into 6 ആണ്. അപ്പോൾ 20 into 6ന്റെ വാല്യൂ എന്ന് പറയുന്നത് 120 ആണ്. 120 plus 60 അത് വരുമ്പോഴത്തേക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ബോട്ട് മാസ് വെച്ചിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്ന ആൻസർ, അതായത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ ബോട്ട് മാസ് റൂൾ നമ്മൾ അറിയുന്നില്ല എങ്കിൽ നമ്മൾ ചിലപ്പോൾ ആദ്യമേ 20 into 30 ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിവൈഡഡ് ബൈ 7 അല്ലെങ്കിൽ ഡിവൈഡ് ബൈ 7 minus 2 അത് ചെയ്തിട്ട് പ്ലസ് 60 അങ്ങനെ ഒരു ഇത് അതായത് നമുക്ക് തോന്നുന്ന പോലെ ആയിരിക്കും നമ്മൾ ആ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഈ ഓർഡറിലല്ലാതെ ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ആൻസർ തെറ്റായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 into 3 മൈനസ് അതിൻ്റെ അകത്ത് ഒരു ബ്രാക്കറ്റ് ഉണ്ട്. 7 plus 2 എന്ന് പറയുന്നത് ഇന്നർ ബ്രാക്കറ്റിലാണ്. ഇൻറ്റു 3
ബ്രാക്കറ്റ്സ് ക്ലോസ്ഡ് ഡിവൈഡഡ് ബൈ 3. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് വരുമ്പോഴത്തേക്ക് എന്താണ്, ആദ്യമേ ഒരു ബ്രാക്കറ്റ് തുടങ്ങി അതിൻ്റെ അകത്ത് പിന്നെയും ഒരു ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നർ ബ്രാക്കറ്റ്സ്, അതായത് ഏറ്റവും അകത്തുള്ള ബ്രാക്കറ്റ്സിലുള്ളത് നമ്മൾ ആദ്യമേ സോൾവ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പുറത്തുള്ള ബ്രാക്കറ്റ് സോൾവ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ഏത് ഓപ്പറേഷൻസും നമ്മൾ ചെയ്യാൻ. കാരണം ബ്രാക്കറ്റ്സ് ആണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. നമ്മളിവിടെ വരുമ്പോഴത്തേക്കും വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 × 3 മൈനസ് നമ്മുടെ ഇന്നർ ബ്രാക്കറ്റിൽ ഏതാണ് 7 + 2 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ 7 + 2 എന്ന് പറയുന്നത് എന്താ 9 വരുന്നു. 9 അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറമേ ഉള്ളത് × 3 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് വരുന്നത്. 9 × 3 ഡിവൈഡഡ് ബൈ 3 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബ്രാക്കറ്റും കൂടെ നമ്മൾ ക്ലോസ് ചെയ്യണം. അപ്പോൾ ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണ്, 9 × 3ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. 9 × 3 എന്ന് പറയുന്നത് 27 ആണ്. അപ്പം നമ്മൾ അടുത്തതിൽ എഴുതുമ്പോഴത്തേക്കും 7 × 3 മൈനസ് 27 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ നമ്മുടെ ബോഡ്മാസ് റൂൾ വെച്ചിട്ട് നമ്മൾ ബ്രാക്കറ്റ്സിലുള്ള വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ ബ്രാക്കറ്റ്സിലുള്ളതെല്ലാം നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി അടുത്ത വരുന്നതെന്ന് പറയുന്നത് ഓഫ് ആണ്. ഈ കാൽക്കുലേഷനിൽ നമുക്ക് ഓഫ് എന്ന് പറയുന്നതില്ല. പിന്നെ നമ്മൾ അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവിഷൻ. അപ്പോൾ ഇവിടെ ഡിവിഷൻ വരുന്നത് 27 ഡിവൈഡഡ് ബൈ 3 ആണ് വരുന്നത്. അപ്പോൾ നമ്മളിനി 27 ഡിവൈഡഡ് ബൈ 3 അടുത്ത സ്റ്റെപ്പിൽ എഴുതുക. 7 × 3 മൈനസ് 27 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് 9 ആണ്. സോ നമ്മുടെ ബോഡ്മാസ് റൂളിൻ്റെ ഡിവിഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നതെന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത് 7 × 3 ആണ് വരുന്നത്. 7 × 3 എന്ന് പറയുന്നത് 21 ആണ്. 21 മൈനസ് 9. അപ്പം നമ്മളുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ ഇതാണ് ബോഡ്മാസ് റൂൾ. അപ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ബോഡ്മാസ് എന്താണെന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കണക്കുകൾ വരുമ്പോഴത്തേക്ക് ഏറ്റവും ആദ്യം ബ്രാക്കറ്റിലുള്ളത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഓഫ് ഉണ്ടെങ്കിൽ ഓഫ് എന്ന് പറയുന്നത് ചെയ്യുക. ഓഫ് എന്ന് പറയുന്നത് ശരിക്കും ഒരു മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് ഓഫ് എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഡിവിഷൻ ചെയ്യുക, അത് കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, പിന്നെ അഡീഷൻ ചെയ്യുക, സബ്ട്രാക്ഷൻ ചെയ്യുക. ഇങ്ങനെ ഈ ഒരു ഓർഡറിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ഇതിൽ ആ ഒരു കണക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓക്കെ ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മനസ്സിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് അതിനുള്ള സ്പീഡും കിട്ടും പെട്ടെന്ന് തന്നെ. അതായത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ടൈം ആണല്ലോ പെട്ടെന്ന് വേണ്ടത്. അതായത് നമ്മൾ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ കുറച്ചും കൂടെ സ്പീഡിൽ ഇങ്ങനെ ഒരുപാട് ഒരു 10 പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ ഈ ഒരു ഫോർമുല അതായത് ഏതാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് കിട്ടും. അതിനനുസരിച്ച് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതേപോലെയുള്ള വീഡിയോസ് വേണമെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുക. നമ്മൾ ഓരോ ടോപ്പിക്കും സിമ്പിളായിട്ട് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതാണ്. അതുവരേക്കും ബൈ.